CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഭരണം ലഭിച്ചാൽ സേവനങ്ങൾ വീട്ടുപടിക്കലെത്തിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഗുരുവായൂർ നഗരസഭാതല വികസന രേഖാ പ്രകാശനം ചന്ദ്രശേഖർ നിർവഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിന് വിമർശനം. ഗുരുവായൂരിന്റെ 15 രാപ്പകലുകളെ സംഗീതലഹരിയിലാറാടിച്ച ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശ്ശീല വീണു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് പ്രിയപ്പെട്ട 5 കീർത്തനങ്ങൾ പ്രഗത്ഭ സംഗീതജ്ഞർ ചേർന്ന് ആലപിച്ചായിരുന്നു സംഗീതോത്സവത്തിന്റെ സമാപനം. വിശ്വപ്രസിദ്ധമായ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞ 15 ദിവസമായി തത്സമയം സംപ്രേഷണം ചെയ്ത CCTVക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആദരം. ലൈവ് ടെലികാസ്റ്റിംഗ് ഡയറക്ടർ VK പ്രമോദ് കുമാർ CCTVക്ക് വേണ്ടി ആദരം ഏറ്റുവാങ്ങി. ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S. നായർക്ക് സമ്മാനിച്ചു. 11,001 രൂപയും പ്രശസ്തിപത്രവും പൊന്നാടയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സ്വാമി ചിദാനന്ദപുരി സമർപ്പിച്ചു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ദീപക്കാഴ്ചയൊരുക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ സർക്കാരിനെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മാസങ്ങൾക്ക് മുമ്പ് സ്വമേധയാ എടുത്ത കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നടത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമെന്ന് രാജീവ് ചന്ദ്രശേഖർ കുന്നംകുളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. തുടരും വളരും എരുമപ്പെട്ടി എന്ന ശീർഷകത്തിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. മങ്ങാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA പ്രകാശനം നിർവഹിച്ചു. BJP കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും വികസന രേഖാ പ്രകാശനവും കുന്നംകുളം ലോട്ടസ് പാലസ് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, കാർഷികം, ടൂറിസം, കായികം, ചെറുകിട വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് LDF ചാവക്കാട് നഗരസഭ പ്രകടന പത്രിക പുറത്തിറക്കി. താമരയൂർ സ്വദേശിനി പൂക്കോട്ടിൽ പറമ്പിൽ മനോഹരൻ ഭാര്യ മണിക്ക് സമത്വം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പണിതു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ താക്കോൽദാനം നിർവഹിച്ചു. പട്ടികജാതി വിഭാഗത്തിന്റെ സമഗ്ര വികസനത്തിനായി കുടുംബശ്രീ സമുന്നതി പദ്ധതി ചാലിശ്ശേരി കുന്നത്തേരിയിൽ ആരംഭിച്ചു. കുന്നത്തേരി പൗർണമി സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ M. പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കീഴൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കുന്നത്തെ പൂരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കൂറ്റൻ പന്തൽ ശ്രദ്ധേയമാകുന്നു. കീഴൂർ കുന്നിൽ സ്ഥാപിച്ച ദീപാലങ്കാര പന്തലിന്റെ സ്വിച്ച് ഓൺ യോഗാധ്യാപിക സന്ധ്യ ബാബുരാജ് നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ AIDS ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് സയൻസ് ക്ലബിന്റെയും ടീൻസ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. എരുമപ്പെട്ടി പഴവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. HIV പ്രതിരോധത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സ്കൂൾ മുതൽ ജെറുസലേം ജംഗ്ഷൻ വരെ റാലി നടത്തി. മരത്തംകോട് ദേശവിളക്ക് കമ്മിറ്റിയുടെ ദേശവിളക്കും അന്നദാനവും നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.